അജിംഷാദ്, ഞാനിപ്പോൾ ഉള്ളത് ക്യാമ്പിലാണ്. ക്യാമ്പിലെ ആളുകൾ ഞങ്ങളോട് പ്രതികരിക്കുകയാണ്. വീട്ടിൽ പോയിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ മുണ്ടൊക്കെ എടുത്തിട്ട് വരാം. അതിന് ഒരു സമ്മാനം കിട്ടി തരണം ഞങ്ങൾ വീട്ടിൽ പോയി വരാൻ വേണ്ടി. വേറെ പ്രശ്നം എന്താ, കുറേ പ്രശ്നമുണ്ട്. അത് പറയണമെങ്കിലൊക്കെ ഉണ്ട്. നമ്മൾ വീടൊക്കെ ഇപ്പോൾ അവിടെ എടുക്കാൻ പറ്റില്ല. അത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലത്തിൽ ഞങ്ങളുള്ളത്. അത്ര മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നു. ഡ്രസ്സൊന്നുമില്ല, ഭക്ഷണമൊക്കെ നല്ല കിട്ടുന്നുണ്ട്. ചായ അതിലൊന്നുമില്ല. അത് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ കുളിച്ചിട്ട് ഒരു ഇതാകണം. 3 ദിവസമായി കുളിച്ചിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വിടണം. അവിടെ പോയി ഭക്ഷണമൊക്കെ കിട്ടി. അതൊക്കെ നമ്മൾ പറഞ്ഞില്ല. മുണ്ട്, കുട്ടികൾക്ക് ഡ്രസ്സ്, പെൺകുട്ടികൾക്ക് സാരി, നൈറ്റ് എന്തെങ്കിലും ഏർപ്പാട് ചെയ്ത് കൊടുക്കും. സോപ്പ്, ബ്രഷ് ഒന്നുമില്ല. ചില ആൾ പള്ളും തേച്ചില്ല. അതൊക്കെ എല്ലാം ഏർപ്പാട് ചെയ്തത്. കണ്ടു ഇപ്പോൾ കണ്ടു. പറഞ്ഞു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്പർമാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അവിടെ വിളിച്ചിട്ട് പോയിട്ട് വണ്ടി സമാനം പറഞ്ഞിട്ട് പോവാം. സമാനം അത്രയൊന്നും ഇതായിട്ടില്ല. അത്ര സമാനം. പിന്നെ നമ്പർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ വിളിച്ചിട്ട് വരാം. നിങ്ങൾ കുറച്ച് നിൽക്കാൻ പറഞ്ഞു. അതാണ് അവർ പറയുന്നത്. എന്താണ്, അതായത് സർക്കാരിന്റെ ഏകോപനത്തിലുള്ള വലിയ വീഴ്ച അതാണ് അവർ അനുഭവിച്ചത്. അതാണ് അവർ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചതും, അല്ലേ? എന്തൊക്കെയാണ് അവർ പറയുന്നത് ജോഷ്ല? തീർച്ചയായും അവർ പ്രതിപക്ഷ നേതാവിനെ കണ്ടു എന്നാണ് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കേട്ട കാര്യങ്ങളാണ്. അവർ നേരിട്ട് ഞങ്ങളോട് സംബന്ധിച്ച കാര്യങ്ങളാണ്. അവർ ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചതിലൊരു സമാധാനമുണ്ട്. എന്നാൽ പോലും കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നത് വരെ ആ ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം ഇവിടെ ക്യാമ്പിൽ വന്ന് കുളിച്ചിട്ട് പോലും 3 ദിവസമായി എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ബ്രഷ് ഇല്ല, പേസ്റ്റ് ഇല്ല, അത്തരത്തിലുള്ള പ്രാഥമിക സൗകര്യങ്ങളൊന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാറാൻ മുണ്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഇപ്പോൾ വിശദീകരിച്ചത്.